എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ വയസ്കര കുടുംബവും അവിടുത്തെ ശാസ്താവും എന്ന കഥയാണ്. പണ്ട് 12 കൊല്ലം കൂടുമ്പോൾ തിരുനാവായ മണൽപ്പുറത്ത് വെച്ച് ഒരു മാമാങ്കം നടത്തുകയും അതിന് സകല നാട്ടുരാജാക്കന്മാരും അവിടെ ചെന്ന് കൂടുകയും ചെയ്തിരുന്നു എന്നുള്ളത് പ്രസിദ്ധമാണ്. മാഘമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന മകം നക്ഷത്രം സംബന്ധിച്ചാണ് ഈ അടിയന്തരം നടത്തി വരുന്നത്. അതിനാൽ ഇതിന് മാഘമകം എന്ന് നാമം സിദ്ധിച്ചു. അത് ലോപിച്ച് മഹാമകം എന്നും മാമകം എന്നും ഒടുക്കം മാമാങ്കവും എന്നായി തീർന്നു. ഒരിക്കൽ മാമാങ്കത്തിൽ സംബന്ധിക്കാനായി പോയ തെക്കുംകൂർ വലിയ രാജാവിന് മധ്യമാർഗം ഒരു പരുവിൻ്റെ ഉപദ്രവം കലശലായി തീർന്നു. രാജധാനിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ പരുവിൻ്റെ അസഹ്യത കുറേശ്ശെ ഉണ്ടായിരുന്നു. എങ്കിലും അത് സാരമില്ല എന്നും അടിയന്തരത്തിന് പോവാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ എന്നും വിചാരിച്ചാണ് അദ്ദേഹം പോയത്. പരു എന്ന് പറഞ്ഞാൽ അത് കേവലം നിസ്സാരമായ ഒരു പരുവല്ലായിരുന്നു. പ്രമേഹക്കുരു എന്നും ആയിരക്കണ്ണി എന്നും മറ്റും പറയുന്ന വലിയ വക പരുവായിരുന്നു. 1-2 ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോഴേക്കും പരു മുതുകത്ത് ഒരു ചങ്ങഴി കമഴ്ത്തിയോളം വലുതാവുകയും വേദന സഹിക്കാൻ വയ്യാതെയായി തീരുകയും ചെയ്തു. അങ്ങനെ പോയി ഒരുവിധം ആലത്തൂർ നമ്പിയുടെ ഇല്ലത്ത് ചെന്ന് ചേർന്നു എന്നു മാത്രമല്ല, അന്നത്തെ നമ്പി സുപ്രസിദ്ധനായ നല്ല വൈദ്യനും ആയിരുന്നു. ആഗതനായ അതിഥി തെക്കുംകൂർ വലിയ രാജാവാണെന്നറിഞ്ഞപ്പോൾ നമ്പി വളരെ ആദരവോടുകൂടി അദ്ദേഹത്തെ സൽക്കരിച്ചിരുത്തുകയും സബഹുമാനം കുശലപ്രശ്നം ചെയ്യുകയും ചെയ്തതിന് ശേഷം ആഗമന പ്രയോജനം എന്തെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ രാജാവ് താൻ മാമാങ്കത്തിൽ സംബന്ധിക്കാനായിട്ടാണ് പുറപ്പെട്ടതെന്നും മധ്യമാർഗം പിടകവ്യാധി ബാധിതനായി തീർന്നുവെന്നും വേദന ദുസ്സഹമായിരിക്കുന്നുവെന്നും അതിനാൽ ഉടനെ ദീനം ഭേദമാക്കി തിരുനാവായ്ക്ക് അയക്കണമെന്നും പറഞ്ഞു. നമ്പി പരുവിൻ്റെ സ്ഥിതി നോക്കിയതിന് ശേഷം ഇതു ഭേദമായിട്ട് മാമാങ്കത്തിന് പോവുക എന്നുള്ളത് അസാധ്യമാണ്. 1 മാസം ഇവിടെ താമസിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ ദീനം ഭേദമാക്കി അയക്കാം. അതിൽ കുറഞ്ഞ കാലം കൊണ്ട് എന്നാൽ അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. നമ്പിയേക്കാൾ യോഗ്യനായ ഒരു വൈദ്യൻ ഭൂലോകത്തിലില്ലെന്ന് അക്കാലത്ത് പ്രസിദ്ധമായിരുന്നതിനാൽ അദ്ദേഹം പറഞ്ഞതിനെ രാജാവ് സമ്മതിച്ചു. നമ്പി രാജാവിന് താമസിക്കുവാൻ തൻ്റെ 10,000 മാളികപ്പുര ഒഴിഞ്ഞു കൊടുക്കുകയും മുറയ്ക്ക് ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴേക്കും പരു നല്ല പോലെ പഴുത്തു. പിന്നെ അതൊന്ന് കീറണമെന്ന് നമ്പി നിശ്ചയിച്ചു. ചെറുപ്പത്തിൽ ശസ്ത്രക്രിയയ്ക്ക് അതിസമർത്ഥനായിരുന്നുവെങ്കിലും പ്രായാധിക്യം നിമിത്തം കൈക്ക് ഒരു വിറയൽ ബാധിച്ചിരുന്നതിനാൽ അക്കാലത്ത് നമ്പിക്ക് അത് ഏറ്റവും ദുസ്സാധ്യമായി തീർന്നു. അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ അപ്പോൾ കേവലം കുട്ടികളുമായിരുന്നു. അതിനാൽ നമ്പി തൻ്റെ കൂടെ പഠിച്ച് താമസിച്ചിരുന്ന പ്രധാന ശിഷ്യനായ വരിക്കുമാശ്ശേരി നമ്പൂരിപ്പാടിനോട് എന്താ നമ്പൂരിക്ക് ഈ കുരുവൊന്ന് കീറുക വയ്യേ എന്ന് ചോദിച്ചു. നമ്പൂരിപ്പാട് ശാസ്ത്രപരിജ്ഞാനം കൊണ്ടും ചികിത്സകൾ ചെയ്തുള്ള പരിചയം കൊണ്ടും പഴക്കം കൊണ്ടും കൈപുണ്യം കൊണ്ടും നല്ല വൈദ്യൻ എന്നുള്ള ഒരു പേര് സമ്പാദിച്ചിരുന്നു. എങ്കിലും അദ്ദേഹം അതുവരെ ശസ്ത്രക്രിയയൊന്നും ചെയ്തിരുന്നില്ല എന്ന് വരികിലും ബുദ്ധിമാനും സമർത്ഥനുമായ അദ്ദേഹത്തിന് ഇത് ദുഷ്കരമായി തോന്നിയില്ല. ഗുരുനാഥൻ അടുക്കലിരുന്ന് അനുഗ്രഹപൂർവ്വം പറഞ്ഞു തന്നാൽ ഞാനിത് ചെയ്യാം എന്ന് അദ്ദേഹം മറുപടി പറയുകയും അപ്രകാരം തന്നെ നമ്പിയുടെ സാന്നിധ്യത്തോടു കൂടി പരു കീറുകയും നമ്പി പിന്നെയും യഥാവിധി ചികിത്സകൾ ചെയ്യുകയും ആകെ 3 മാസം കൊണ്ട് രാജാവ് പൂർണ്ണ സുഖത്തെ പ്രാപിക്കുകയും ചെയ്തു. ഈ കാലത്തിനിടയ്ക്ക് മാമാങ്കം കഴിഞ്ഞു പോവുകയാൽ രാജാവ് നമ്പിക്കും നമ്പൂരിപ്പാട്ടിലേക്കും പലവിധ സമ്മാനങ്ങളും മറ്റും കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ട് സ്വരാജ്യത്തിലേക്ക് മടങ്ങി. അന്ന് തെക്കുംകൂർ രാജാക്കന്മാരുടെ രാജധാനി ഇപ്പോൾ തിരുവിതാംകൂറിൽ ഉൾപ്പെടുന്ന തളി എന്ന സ്ഥലത്തായിരുന്നു. തെക്കുംകൂർ രാജാവ് സ്വദേശത്തേക്ക് മടങ്ങിയതിനു ശേഷം ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ വരിക്കുമാശ്ശേരി നമ്പൂരിപ്പാട്ടിലേക്ക് അച്ഛൻ്റെ ശ്രാദ്ധമായി. അത് സഹോദരന്മാരോട് കൂടി വേണ്ടതാകയാൽ നമ്പിയോട് അനുവാദം വാങ്ങിക്കൊണ്ട് അദ്ദേഹം ഇല്ലത്തേക്ക് പോയി. അദ്ദേഹം ഇല്ലത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തോട് താൻ ശസ്ത്രക്രിയ ചെയ്തതുകൊണ്ട് തന്നോടുകൂടി ഞാനും അനുജന്മാരും ശ്രാദ്ധമൂട്ടാൻ പാടില്ലെന്നും
തന്നോടുകൂടി ഞങ്ങൾ ബലി നടത്തുകയാണെങ്കിൽ ശ്രാദ്ധത്തിന് ആരും വരികയില്ലെന്നും നമ്മുടെ സ്വജനങ്ങൾ പറഞ്ഞിരിക്കുന്നു. അവർ അപ്രകാരം പറഞ്ഞത് ന്യായവുമാണല്ലോ. ബ്രാഹ്മണരിൽ അഷ്ടവൈദ്യന്മാർക്കല്ലാതെ ശസ്ത്രക്രിയ വിധിച്ചിട്ടുണ്ടോ? അതിനാൽ താൻ അങ്ങനെ ചെയ്തത് തെറ്റ് തന്നെയാണെന്നാണ് വാദ്യാന്മാർ, വൈദികന്മാർ മുതലായവരുടെ അഭിപ്രായം. ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു. ഒരുമിച്ച് ശ്രാദ്ധമൂട്ടാമെന്ന് ആരും പറഞ്ഞില്ല എന്നു പറഞ്ഞു. അത് കേട്ട് വൈദ്യൻ നമ്പൂരിപ്പാട്, അങ്ങനെയാണ് അവരൊക്കെ പറയുന്നതെങ്കിൽ ഒരുമിച്ച് ശ്രാദ്ധം മൂട്ടണമെന്നില്ല. ഞാൻ ഇപ്പോൾ തന്നെ ഗുരുനാഥൻ്റെ ഇല്ലത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും നമ്പിയുടെ അടുക്കലെത്തി വിവരമെല്ലാം പറയുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ താൻ നിമിത്തം തൻ്റെ പ്രിയ ശിഷ്യന് ഇപ്രകാരം ഒരു സ്വജനശാസ്യത്തിന് ഇടയായല്ലോ എന്ന് വിചാരിച്ച് ശിഷ്യവത്സലനായ നമ്പിക്ക് വളരെ കുണ്ഠിതമുണ്ടായി. എങ്കിലും അദ്ദേഹം അത് പുറത്ത് കാണിക്കാതെ ധൈര്യസമേതം, ഇതുകൊണ്ട് നമ്പൂരി ഒട്ടും വിഷാദിക്കേണ്ട കാര്യവുമില്ല. നമ്പൂരി ഇവിടെ താമസിച്ചുകൊള്ളൂ. ഞാൻ പറഞ്ഞത് കേട്ടതുകൊണ്ട് നമ്പൂരിക്ക് മേലാൽ ശ്രേയസ്സല്ലാതെ ദോഷം വരികയില്ല. ഗുരുത്വമുള്ളവർക്ക് ദോഷം വരണമെങ്കിൽ ഈശ്വരൻ ഇല്ലെന്ന് വരണം. നമ്പൂരിയുടെ ഇല്ലം ഇത് തന്നെ എന്ന് വിചാരിച്ചോളൂ. ഈ കുടുംബമുള്ള കാലത്ത് നമ്പൂരിക്ക് ഇവിടെ യാതൊരു സ്വാതന്ത്ര്യക്കുറവും വരികയില്ല എന്ന് പറഞ്ഞു. ഗുരുനാഥൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് എൻ്റെ വിശ്വാസവും എന്ന് നമ്പൂതിരിപ്പാടും പറഞ്ഞു. അന്നു മുതൽ അദ്ദേഹം ആ ഇല്ലത്തെ ഒരാളെ പോലെ അവിടെ തന്നെ സ്ഥിരതാമസമാക്കുകയും ശ്രാദ്ധ ദിവസം നമ്പി ഒരു നമ്പൂതിരിയെ വിളിച്ചു വരുത്തി ശ്രാദ്ധം നടത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അനന്തരം അധികം താമസിയാതെ നമ്പി നമ്പൂതിരിപ്പാട്ടിലേക്കു പറ്റിയ ദുർഘട സംഗതിയും അദ്ദേഹം നമ്പിയുടെ ഇല്ലത്ത് തന്നെ താമസിച്ചു വരുന്ന വിവരവും കാണിച്ച് ഒരെഴുത്തെഴുതി ഒരു ദൂതന്റെ പക്കൽ കൊടുത്ത് തെക്കുംകൂർ വലിയ രാജാവിൻ്റെ അടുക്കലേക്ക് അയച്ചു. നമ്പിയുടെ എഴുത്ത് ദൂതൻ കൊണ്ടുചെന്ന് രാജാവിന് കൊടുത്തത് ഒരു നല്ല അവസരത്തിലായിരുന്നു. അക്കാലത്ത് വയസ്കര ഇല്ലത്ത് പുരുഷന്മാരാരുമില്ലാതെയായി തീരുകയും ഒരു കന്യക മാത്രം ശേഷിക്കുകയും ചെയ്യുകയാൽ ആ കന്യകയെ സർവസ്വദാനമായി വിവാഹം കഴിപ്പിച്ച് ദത്ത് കയറ്റുവാൻ ആരെയാണ് വേണ്ടതെന്ന് രാജാവ് വേണ്ടത്തക്ക ആളുകളുമായി ആലോചിച്ചു കൊണ്ടിരുന്ന സമയത്താണ് നമ്പിയുടെ ഭൃത്യൻ എഴുത്ത് കൊണ്ടു ചെന്ന് രാജാവിന് കൊടുത്തത്. എഴുത്ത് വായിച്ചു കേട്ടപ്പോൾ ഇതൊരു ശുഭലക്ഷണമാണെന്നും ഈ നമ്പൂരിപ്പാട്ടിലെ കൊണ്ട് തന്നെ ആ കന്യകയെ വിവാഹം കഴിപ്പിച്ച് വയസ്കരില്ലത്ത് ദത്ത് കയറ്റണമെന്നും രാജാവിനും അവിടെ കൂടിയിരുന്ന ഇതര ജനങ്ങൾക്കും തോന്നുകയും ആ വിവരത്തിന് രാജാവ് ഒരെഴുത്തെഴുതി നമ്പിയുടെ അടുക്കലേക്ക് ആ ഭൃത്യൻ്റെ പക്കൽ തന്നെ കൊടുത്തയക്കുകയും ചെയ്തു. രാജാവിൻ്റെ എഴുത്ത് കണ്ടപ്പോൾ നമ്പിക്ക് അപരിമിതമായ സന്തോഷമുണ്ടായി എന്നുള്ളത് വിശേഷിച്ചു പറയണമെന്നില്ലല്ലോ. നമ്പി ആ എഴുത്ത് നമ്പൂരിപ്പാട്ടിലേക്ക് കാണിക്കുകയും പോകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. അതിന് നമ്പൂതിരിപ്പാട്, ഗുരുനാഥൻ പറഞ്ഞാൽ എവിടെ പോകുന്നതിനും എനിക്ക് സമ്മതമാണ്. വിശേഷിച്ച് ധാരാളം വസ്തുവകകളും പ്രശസ്തിയും വൈദ്യപാരമ്പര്യവുമുള്ള വയസ്കര ഇല്ലത്തിൻ്റെ ഉടമസ്ഥനും തെക്കുംകൂർ രാജാവിൻ്റെ പ്രിയ വൈദ്യനുമായി തീരുന്ന കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എങ്കിലും ചമ്മർവട്ടത്തെ തിങ്കൾ ഭജന മുടക്കുന്ന കാര്യത്തിൽ എനിക്ക് വളരെ മനസ്താപമുണ്ട്. അത് ഞാൻ വളരെ കാലമായി നിർവിഘ്നം നടത്തിപ്പോരുന്നതാണല്ലോ എന്നാണ് മറുപടി പറഞ്ഞത്. ആലോചിച്ച് ഇഷ്ടം പോലെ ചെയ്യുക, എനിക്ക് നിർബന്ധമില്ല. നമ്പൂരി എൻ്റെ അടുക്കൽ തന്നെ താമസിക്കുന്നതാണ് എനിക്ക് സന്തോഷമായിട്ടുള്ളത്. നമ്പൂരിക്ക് മേലാൽ ശ്രേയസ്കരമായിരിക്കുന്നത് രാജാവിൻ്റെ ഹിതാനുവർത്തിയായി കോട്ടയത്ത് പോയി താമസിക്കുന്നതായിരിക്കും. അതുകൊണ്ട് പറഞ്ഞുവെന്നേ ഉള്ളൂ എന്ന് നമ്പിയും പറഞ്ഞു. നമ്പൂരിപ്പാട്ടിലെ ഹൃദയം ആകപ്പാടെ അത്യന്തം സംശയഗ്രസ്തമായി തീർന്നു. പോയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം അതികലശലായി വർദ്ധിച്ചു. മാസത്തിലൊരിക്കൽ ചമ്മർവട്ടത്ത് പോയി ദർശനം കഴിക്കുക എന്നുള്ളത് പതിവ് മുട്ടിക്കുക എന്നത് അത്യന്തം വ്യസനകരവുമായി തീർന്നു. നമ്പിയുടെ ഇല്ലത്തെ താമസം എന്നും സുഖമായിരിക്കാൻ തരമില്ലല്ലോ. ഗുരുനാഥൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ശേഷമുള്ളവർക്ക് നമ്പൂതിരിപ്പാട്ടിൻ്റെ പേരിൽ അത്രയും സ്നേഹവും വാത്സല്യവും ഉണ്ടാകുമോ? അപ്പോൾ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന സ്ഥിതിയിലായി തീരും. അതിൽ ഭേദം ദൈവഗത്യ ലഭിച്ച ഭാഗ്യത്തെ ഉപേക്ഷിക്കാതിരിക്കുകയാണല്ലോ. ആകപ്പാട് നമ്പൂതിരിപ്പാട്ടിന് ഏറ്റവും കുഴങ്ങിയ അവശനായി. ഉടനെ അദ്ദേഹം ചമ്മരവട്ടത്തേക്ക് പോയി. അവിടെ ചെന്ന് കുളിച്ച് തൊഴുത് എല്ലാം വേണ്ടതുപോലെ ആക്കിത്തരണം എന്ന് സ്വാമി സന്നിധിയിൽ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചു.
അന്ന് നമ്പൂരിപ്പാട്ടിന് അത്താഴം കഴിഞ്ഞ് കിടന്നുറങ്ങിയപ്പോൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന്, ഹേയ്, അങ്ങ് ഒട്ടും വ്യസനിക്കണ്ട, തെക്കോട്ട് പൊയ്ക്കോളൂ, അങ്ങേക്ക് എന്നെ കാണുന്നതിന് ഞാൻ അവിടെ വന്ന് കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി. ഉടനെ അദ്ദേഹം ഉണർന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവിടെ എങ്ങും ആരെയും കണ്ടുമില്ല. എങ്കിലും ഭക്തവത്സലനായ ചമ്രവട്ടത്തെ ശാസ്താവ് തന്നെയാണ് തൻ്റെ അടുക്കൽ വന്ന് ഇപ്രകാരം പറഞ്ഞതെന്ന് നമ്പൂതിരിപ്പാട് ദൃഢമായി വിശ്വസിക്കുകയും പിറ്റേ ദിവസം രാവിലെ ഈ വിവരം നമ്പിയോട് പറയുകയും ചെയ്തു. അപ്പോൾ നമ്പിക്കും വളരെ സന്തോഷമായി. അടുത്ത ദിവസം തന്നെ നമ്പി നമ്പൂതിരിപ്പാടോടുകൂടി കോട്ടയത്തേക്ക് പുറപ്പെട്ടു. യഥാകാലം തെക്കുംകൂർ രാജാവിൻ്റെ അടുക്കലെത്തി സംഗതികളെല്ലാം ധരിപ്പിക്കുകയും ചെയ്തു. അനന്തരം അധികം താമസിയാതെ ഒരു മുഹൂർത്തത്തിൽ വയസ്കര ഇല്ലത്തെ കന്യകയെ നമ്പൂതിരിപ്പാട്ടിലെ കൊണ്ട് വേളി കഴിപ്പിച്ച് അദ്ദേഹത്തെ അവിടെ ദത്തു കയറ്റി. രാജാവ് കൂടി ചെന്നിരുന്നാണ് ഈ അടിയന്തരം നടത്തിയത്. പിന്നെ ആ അടിയന്തരം വളരെ കേമമായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. ഈ അടിയന്തരം സംബന്ധിച്ച് 7 ദിവസം കെങ്കേമമായ സദ്യയും സംഘക്കളി മുതലായ ആഘോഷങ്ങളും ഉണ്ടായിരുന്നു. അത്രയും ദിവസം രാജാവും അവിടെ തന്നെ എഴുന്നള്ളി താമസിക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് ഒരു ദിവസം സദ്യക്ക് കറിക്ക് വെട്ട് തുടങ്ങിയപ്പോൾ ചേന സ്വൽപ്പം പോരാതെ വന്നു. അന്ന് വയസ്കര ഇല്ലത്തിന് തെക്ക് വശത്ത്, അതായത് ഇപ്പോൾ അമ്പലമിരിക്കുന്ന സ്ഥലത്ത്, ഇല്ലത്തെ വാലിയക്കാരൻ ധാരാളമായി ചേന കൃഷി ചെയ്തിരുന്നതിനാൽ അവിടെ നിന്ന് 2-3 ചേന കൂടി പറിച്ചു കൊണ്ടുവരുവാനായി ഒരു ഭൃത്യൻ ഒരു തൂമ്പയും എടുത്തുകൊണ്ട് ഓടിപ്പോയി. അവൻ ചേന പറിക്കാനായി ഒരു ചേനയുടെ ചുവട്ടിൽ ഒന്ന് വെട്ടിയപ്പോൾ അവിടെ നിന്ന് രക്തം പ്രവഹിച്ചു തുടങ്ങി. രക്തപ്രവാഹം കണ്ടു ഭയപ്പെട്ട് ആ ഭൃത്യൻ ഓടിച്ചെന്ന് വിവരം കറിക്കുവെട്ടുകാരെ അറിയിച്ചു. അപ്പോഴേക്കും ഈ വർത്തമാനം അവിടെയൊക്കെ പരന്നു. ഉടനെ രാജാവും ആലത്തൂർ നമ്പി മുതലായവരും ആ സ്ഥലത്തെത്തി മണ്ണു മാറ്റിച്ചു നോക്കിയപ്പോൾ അവിടെ ശിവലിംഗം പോലെ ഒരു ശിലാബിംബം മുളച്ചിരിക്കുന്നതായി കണ്ടു. വരിക്കുമാശ്ശേരി നമ്പൂതിരിപ്പാട്ടിലേക്ക് ചമ്മർവട്ടത്തപ്പൻ്റെ ദർശനം ഉണ്ടായിട്ടുള്ള വിവരം മുൻപേ തന്നെ എല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ ഇത് ചമ്മർവട്ടത്തപ്പൻ ഇളകൊണ്ടിരിക്കുകയാണെന്ന് സർവ്വജനങ്ങളും തീർച്ചപ്പെടുത്തുകയും പ്രശ്നക്കാർ അപ്രകാരം തന്നെ വിധിക്കുകയും ചെയ്തു. ആ വിഗ്രഹം കാണപ്പെട്ട ഉടനെ ഒരു നമ്പൂരിയെ കൊണ്ട് പൂജ നടത്തിച്ചു. അപ്പോൾ നിവേദ്യത്തിന് ഉപയോഗിച്ചത് അവിടുത്തെ അന്തർജനമുണ്ടാക്കിയ വത്സൻ, അതായത് അട ആയിരുന്നു. അതിനാൽ വയസ്കര ശാസ്താവിന് വത്സൻ വഴിപാട് പ്രധാനമായി തീർന്നു. പിന്നീട് അവിടെ ക്ഷേത്രം പണി മുതലായവ നടത്തുകയും വയസ്കര ശാസ്താവ് എന്നുള്ള പ്രസിദ്ധി ലോകത്തിൽ പരക്കുകയും ആ ശാസ്താവ് വയസ്കര ഇല്ലത്തെ കുടുംബ പരദേവതയായി തീരുകയും ചെയ്തു. രോഗശമനത്തിനായും മറ്റും ഇപ്പോൾ ഇവിടെ പലര് വത്സൻ വഴിപാട് നടത്തി വരുന്നുണ്ട്. ഇപ്രകാരമാണ് വയസ്കര ശാസ്താവിൻ്റെ ആഗമം. വയസ്കര കുടുംബക്കാരെ മുൻകാലങ്ങളിൽ പോറ്റി എന്നാണ് പറഞ്ഞു വന്നിരുന്നത്. വരിക്കുമാശ്ശേരി നമ്പൂതിരിപ്പാട് അവിടെ ദത്തു കയറുകയും അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പര ജാതന്മാർ അവിടെ കുടുംബനാഥന്മാരായി തീരുകയും ചെയ്തിട്ടും ആ പേരിന് മാറ്റം വന്നില്ല. പിന്നീട് കൊല്ലം 995 ആണ്ടായപ്പോഴേക്കും അവിടെ ആ പരമ്പരയും അവസാനിച്ചു. യഥാപൂർവം ഒരു കന്യക ശേഷിച്ചു. ആ കന്യകയെ പ്ലാമന്തോൾ മൂസ് സർവ്വസാധാരണമായി വിവാഹം കഴിച്ച് അവിടെ ദത്തു കയറി. അക്കാലം മുതൽക്കാണ് ആ കുടുംബക്കാർക്ക് മൂസ് എന്നുള്ള പേര് സിദ്ധിക്കുകയും പ്രസിദ്ധമായി തീരുകയും ചെയ്തത്. ഇപ്പോഴും വയസ്കര കുടുംബത്തിലുള്ളത് ആ പ്ലാമന്തോൾ മൂസിൻ്റെ സന്താന പരമ്പര ജാതന്മാരാണ്. അതായത് ആ പ്ലാമന്തോൾ മൂസിൻ്റെ പൗത്രൻ്റെ പുത്രന്മാരും തത്പുത്രന്മാരുമാണ് ഇപ്പോൾ അവിടെയുള്ളത്. ഇങ്ങനെയാണ് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി വയസ്കര ഇല്ലത്തെ ശാസ്താവിനെ പറ്റി വിവരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം.